മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇപ്പോൾ കോൺക്ലേവുകളുടെ കാലമാണ്. സിനിമ കോൺക്ലേവ് കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ വിവാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ അയ്യപ്പ കോൺക്ലേവ്, ആഗോള അയ്യപ്പ സംഗമം വരികയാണ്. ദേവസ്വം ബോർഡ് തീരുമാനിച്ചു, പിന്നെ അത് സർക്കാർ പരിപാടിയാക്കി വിപുലമായ തരത്തിൽ നടത്താനാണ്. ലോകത്തെ അയ്യപ്പ ഭക്തന്മാരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതാണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട 3000-ഓളം അയ്യപ്പ ഭക്ത പ്രതിനിധികൾ പങ്കെടുക്കുന്ന അയ്യപ്പ സംഗമമാണ് പമ്പയിൽ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ശബരിമല വികസന പരിപാടി എന്നുള്ള നിലയ്ക്ക് അത് നടത്തുന്നതിന് തടസ്സമില്ല എന്ന് മാത്രമല്ല, അത് ശുഭോദർക്കമായ കാര്യവുമാണ്. ശബരിമലയിൽ ഇനിയും വികസനം വരേണ്ടതുണ്ട്. റോപ്പ് വേ, അതുപോലെ ശബരിമല ഹൈവേ, സൂപ്പർ ഹൈവേ ഒക്കെ വരാനിരിക്കുകയാണ്. അത്തരം വികസന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ശബരിമലയിൽ ഇനിയും നടക്കേണ്ടതുണ്ട്. ഇനിയും ഏറെ വികസന പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വേദിയാകും ഈ അയ്യപ്പ സംഗമം എങ്കിൽ അത് അത്ര തന്നെ നല്ലതാണ്. പക്ഷേ ഇതിൽ വിവാദമായിരിക്കുന്നത് എന്ന് പറയുന്നത്, കഴിഞ്ഞ അയ്യപ്പ സീസണിൽ ശബരിമല തീർത്ഥാടന കാലത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളാണ്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അമ്മിണി തങ്കപ്പൻ വേറൊരു കനകദുർഗയും കൂടി അവിടെ കയറിയതും അവരെ കയറ്റാൻ വേണ്ടി പോലീസും ഭരണകൂടവും ചെയ്ത് കൊടുത്ത ഒത്താശയും ഒക്കെ തന്നെ അറിയാം. അവിടെ സാധാരണഗതിയിൽ ആചാരാനുഷ്ഠാനം അനുസരിച്ചാണെങ്കിൽ സ്ത്രീകൾ കയറാറില്ല. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള 55 വയസ്സിന് അകത്ത് പ്രായമുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാറില്ല എന്നുള്ളതാണ് അവിടുത്തെ ആചാരം. അതെന്ത് തന്നെയായാലും അവിടെ സ്ത്രീകൾക്കും പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി ന്യായം തന്നെ. പക്ഷേ വേറെ ആരും പോകാതിരിക്കുമ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം അവിടെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പോലീസും ഭരണകൂടവും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ കേരളം കണ്ടതാണ്. അതോടനുബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. അതിനകത്ത് നാമജപങ്ങളുമായി സ്ത്രീജനങ്ങൾ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തന്നെ സ്ത്രീകൾ അണിനിരന്ന ഒരു നാമജപ സമരമായിരുന്നു അത് എന്ന് വേണ്ടി കാണാൻ കഴിയാം. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഒരു കേസിൽ നിന്ന് മറ്റൊരു കേസിലേക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടു നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ഉള്ള ഒരു പ്രായശ്ചിത്തമായും പശ്ചാത്താപമായിട്ടുമാണോ ഇങ്ങനെ അയ്യപ്പനെ പ്രീതിപ്പെടുത്താൻ അയ്യപ്പ ശരണം വിളിക്കുന്നത് എന്ന് ഇടതുപക്ഷം വിളിക്കുന്നത് എന്നുള്ളത് ന്യായമായൊരു സംശയമാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ഇപ്പോഴത്തെ കാലത്ത് ആണെങ്കിൽ വൈരുദ്ധ്യവും പോയി ഭൗതികവാദവും പോയുള്ള അവസ്ഥയാണ് CPM-നെ സംബന്ധിച്ച്. വൈരുദ്ധ്യം പ്രവൃത്തിയിലും പ്രസംഗത്തിലും മാത്രം കാണുന്നു. ഭൗതികവാദം സ്വന്തമായ ഭൗതിക സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ എടുക്കുന്നതിൽ, കെട്ടിപ്പൊക്കുന്നതിൽ ആണ് ഭൗതികവാദം ഇപ്പം കാണുന്നത്. അതല്ലാതെ അതിൻ്റെ തത്വചിന്താപരമായ ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസും ഒക്കെ പോയിട്ട് കാലങ്ങളേറെയായി എന്നുള്ളത് ഇന്ന് എല്ലാ കേരളീയർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് കേരളീയർ CPM-ൻ്റെ ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശബരിമലയിൽ പോകുന്നതെന്ന് മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് തമാശ രൂപേണയാണെങ്കിലും പറഞ്ഞത് CPM-ൻ്റെ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളും, കേരളത്തിലെ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളും ശബരിമലയിൽ ആ സീസണിൽ വേണമെങ്കിൽ കൂടാമെന്നായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ AK ബാലൻ ഏതിനും ചാവേറായിട്ട് വരുന്ന ഒരാളാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അതിന് ചാവേറ് പണിയുമായിട്ട് ഇറങ്ങി തിരിക്കുന്ന ആളാണ് AK ബാലൻ. ഇപ്പോൾ പെൻഷൻ കൊടുത്ത് വീട്ടിൽ, പെൻഷൻ ഉണ്ടോയെന്നറിയില്ല, റിട്ടയർമെൻറ്റ് കൊടുത്ത് വീട്ടിലിരുന്നിട്ടും അദ്ദേഹം ഇക്കാര്യത്തിൽ ചാടിയിറങ്ങി. മാധവ് പൊതുവാളിന് MV ഗോവിന്ദൻ കണ്ടപ്പോൾ അത് കാണാം. ഗണകന്മാരെ പോയി കാണാം, ജ്യോതിഷികളെ പോയി കാണാം, മാർസിസ്റ്റുകാരെ കാണാം. കണ്ടുകൂടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അത് പോയി കണ്ടു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിന് യാദൃച്ഛികമായിട്ടാണോ 10ാം ഉദയത്ത് തന്നെ പുതിയ AKG സെൻറ്റർ പാല് കാച്ചിയത്?
പുതിയ AKG സെൻറ്റർ പാല് കാച്ചിയത് 10ാമതേ ദിവസമാണ്. 10ാമതേത്തിനാണ് ഹൈന്ദവാചാരപ്രകാരം പല വീടുകളും പാല് കാച്ചി നടത്തുന്നത്, പുതിയ പല സംരംഭങ്ങളും നടത്തുന്നത്. അതുപോലെ പുതിയ AKG സെൻറ്റർ നീട്ടിക്കൊണ്ടുപോകുന്നതിനും ഒരു മാധവ പൊതുവാളിൻ്റെ തീയതി തേടി എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ഇപ്പോൾ വിവാദവുമായിട്ട് പല കോണുകളിൽ നിന്നും വന്നിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഒരു ഒരു പിന്നെ വ്യാപാര വാണിജ്യമേളയായി മാറ്റാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. NSS പിന്തുണ പ്രഖ്യാപിച്ചതിനെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ, MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പാടില്ല, പങ്കെടുപ്പാൻ വന്നാൽ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ പിണറായി വിജയനും MK സ്റ്റാലിനും കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അയ്യപ്പസ്വാമിയോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അത് 1000 തവണ ഇവർ പറഞ്ഞു കാണും, പിണറായി വിജയനും സ്റ്റാലിനും പറഞ്ഞു കാണും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അയ്യപ്പസ്വാമിയോട് അങ്ങനെ മാപ്പ് പറയുന്നതിന് പ്രത്യേകിച്ച് വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ടാകണം. എന്തായാലും അതിനെ തുടർന്ന് ആ ശബരിമല പ്രക്ഷോഭത്തെ തുടർന്ന് ഉണ്ടായ രാഷ്ട്രീയമായ പിന്നോട്ടടി CPM തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. അതിന് ശുദ്ധികലശ പ്രക്രിയയായിട്ടാണോ പരിഹാരക്രിയയായിട്ടാണോ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് മാത്രമേ പൊതുജനങ്ങൾക്കിപ്പോൾ യുക്തിപരമായ സംശയം വരുത്തുള്ളൂ. അതല്ലാതെ അവിടെ അയ്യപ്പ സംഗമം നടത്തി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കേരള സമൂഹത്തിലെ ആരും എതിരല്ല, ഭക്തജനങ്ങൾ ഒട്ടും തന്നെ എതിരല്ല. ഇതൊരു ഈ പറയുന്നത് പോലെ ഒരു പിന്നെ മെഗാ ഷോയാക്കി മാറ്റിയെടുത്ത് ലോക കേരള സഭ നടത്തുന്നത് പോലെ പേരിന് വേണ്ടി ഒരു ഷോ ആക്കി മാറ്റിയെടുക്കുന്നതിൽ അയ്യപ്പ ഭക്തന്മാർക്ക് തീർച്ചയായിട്ടും വേദനയുണ്ടാകും. അവരുടെ വേദനയിൽ പങ്കെടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.